എല്ലാവർക്കും നമസ്കാരം. പികെ ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്തുതകളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 7 ക്ലാസ്സുകളോളം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വരുന്ന 8ാമത്തെ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്തത് അതൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും മഹാത്മാഗാന്ധി എന്നുള്ള നേതാവിന്റെ പങ്ക് എന്തായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അതിനുശേഷം വരുന്ന സംഭവ വികാസങ്ങൾ എന്താണ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വരുന്ന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളും അതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് എന്തുമാണ് എന്നുള്ളതാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ശരി, ക്ലാസ്സിലേക്ക് വരൂ. അപ്പൊ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്? പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ജയിലിലാകുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മഹാത്മാഗാന്ധി ജയിലിലാകുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കിന്റെ ഒരു ഭാഗമാണ് സ്വരാജ് പാർട്ടി എന്നുള്ളത്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. 1923 രൂപീകൃതമായ സ്വരാജ് പാർട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിനി മനസ്സിലാക്കുവാനായിട്ട് പോകേണ്ടത്. നോക്കൂ, അപ്പോൾ ഈ സ്വരാജ് പാർട്ടിയുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ മഹാത്മാഗാന്ധി ജയിലിലാകുന്ന സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ ശൂന്യത അനുഭവപ്പെടും. ആര് നേതൃത്വം വഹിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുന്ന സമയത്ത് രൂപീകൃതമാകുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ആരാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? വളരെയധികം പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. CR ദാസ് എന്നും മോത്തിലാൽ നെഹ്റു. വളരെയധികം പ്രധാനപ്പെട്ട 2 പേരാണ്. എന്താണ്? CR ദാസ് എന്നും മോത്തിലാൽ നെഹ്റു എന്ന പേരുള്ള 2 സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് സ്വരാജ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ബ്രിട്ടനിലെ നിയമനിർമ്മാണ സഭകളിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. നോക്കൂ, നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ആ വർഷം വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കുക. സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1923 ആണ്. എന്താണ്? നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കുന്നതിന് പകരം അവയെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. അവരിൽ പ്രധാനപ്പെട്ട 2 പേരുടെ പേരാണ് CR ദാസ് എന്നും മോത്തിലാൽ നെഹ്റു എന്നുള്ളതും. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അവർ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും നിയമനിർമ്മാണ സഭകൾക്കുള്ളിൽ ഗവൺമെന്റിനെ വിമർശിക്കുകയും ചെയ്തു. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നിയമനിർമ്മാണ സഭകളിൽ ഇരുന്നു കൊണ്ട് ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുകയും അങ്ങനെ ഗവൺമെന്റിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഗവൺമെന്റിനെ വിമർശനം എത്തിക്കുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് സ്വരാജ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുവാൻ ആർക്ക് സാധിച്ചു? സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ആരൊക്കെയാണ് അതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഈ 2 പേരുകളും ഒരിക്കലും മറന്നു വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ത്യ ചരിത്രത്തിൽ ചൗരി ചൗരയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചൗരി ചൗരയോടുകൂടി ഗാന്ധിജി നിർത്തിയ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു നോക്കുക. എന്തായിരുന്നു? നിസ്സഹകരണ സമരം എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റിനെ ഗാന്ധി നിർത്തിവെക്കുകയുണ്ടായി. അപ്പോൾ എന്നിട്ടും പ്രക്ഷോഭങ്ങളുടെ അലയൊലികൾ അടങ്ങിയിരുന്നില്ല. അപ്പോൾ ഈ ചൗരി ചൗരയോടുകൂടി ജനങ്ങളിൽ വളരെയധികം ഒരു ആവേശം ഉണ്ടാവുകയും അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നിസ്സഹകരണ സമരം അവസാനിച്ചിട്ടും ജനങ്ങളിൽ നിന്ന് ഈ ആവേശം കെട്ടുപോയില്ല. അതിനൊരു ഉദാഹരണമാണ് റാംപാൽ ലഹള എന്ന് പറയുന്നു. എവിടെയാണ്? ആന്ധ്രയിലെ ഗോത്രവർഗക്കാർ നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ പേരായിരുന്നു റാംപാൽ ലഹള. ഓർത്തുവെക്കുക. പുതിയ SCRT പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്ന പേരാണ് എന്ത്? റാംപാൽ ലഹള എന്ന് പറയുന്നത്. എവിടെയാണ്? ആന്ധ്രയിലെ ഗോത്രവർഗ വിഭാഗക്കാർ നടത്തിയ സമരമായിരുന്നു ഇതെന്ന് പറയുന്നത്. ആരാണ് നേതൃത്വം നൽകിയത്? അല്ലൂരി സീതാരാമരാജു. ആ പേരൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അല്ലൂരി സീതാരാമരാജു. അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്ന ആളായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ഏത് സമരമാണ്? റാംപാൽ ലഹള എന്ന് പറയുന്ന സമരത്തിന്.
എന്തായിരുന്നു ഈ ഒരു സമരത്തിന്റെ കാരണമെന്ന് പറയുന്നത്? നോക്കൂ, ബ്രിട്ടീഷ് വന നിയമങ്ങൾ മൂലം വനവിഭവങ്ങൾ ശേഖരിക്കുവാനും കന്നുകാലികളെ മേയ്ക്കുവാനുമുള്ള അവകാശം തടയപ്പെട്ടു. ആർക്ക്? ഗോത്രവർഗക്കാർക്ക്. ഏകദേശം 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി. ഈ സമരത്തിനിടയിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയുണ്ടായി. അതോടുകൂടി ഈ ഒരു പ്രക്ഷോഭം കെട്ടടങ്ങി. നമുക്ക് ഈ പ്രക്ഷോഭത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ ഒരു പ്രക്ഷോഭത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം കെട്ടടങ്ങിയതിന് ശേഷവും ജനങ്ങളുടെ വിപ്ലവ വീര്യം ചോർന്നിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് റാംബ ലഹള എന്ന് പറയുന്നത്. ഇത് നടന്ന സ്ഥലവും ഓർത്തു വെക്കുക. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളുടെ പേരും വളരെ കൃത്യമായി ഓർത്തു വെക്കുക. ഇത് രണ്ടും SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള ഭാഗമാണ്. അങ്ങനെ സ്വാതന്ത്ര്യ പ്രക്ഷോഭ കാലത്ത് തന്നെ ഇന്ത്യയിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി ഇന്ത്യയിൽ അലയടിക്കുകയും ചെയ്തു. അപ്പൊ എന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? അത് ഓർത്തു വെക്കുക. എന്തായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത്? പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം. നോക്കൂ, അതൊരു പുതിയ വാക്ക് പോലെ ഇന്ത്യൻ ചരിത്രത്തിൽ അലയടിക്കുകയായിരുന്നു ആ കാലഘട്ടത്തില്. എന്താണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്? അന്ന് പലതരത്തിലുള്ള ആശയങ്ങളും പലതരത്തിലുള്ള സൊല്യൂഷൻസും ഒരു ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലർ പറയുന്നു ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി മതി എന്ന് പറയുന്നു. ചിലർ പറയുന്നു ബ്രിട്ടൻ തന്നെ ഇന്ത്യയെ ഭരിച്ചിട്ട് ആ ഭരണം വളരെ കൃത്യമായി മികച്ചതാക്കിയാൽ മതിയാകും എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു മുദ്രാവാക്യം ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വീശുന്നത്. ആ മുദ്രാവാക്യത്തിന്റെ പേരാണ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം. എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പരിവർത്തനങ്ങളും നമുക്ക് ആവശ്യമില്ല, പകരം നിങ്ങൾ പൊയ്ക്കോളൂ, നമ്മൾ ഇവിടെ ഭരിച്ചുകൊള്ളാം എന്നുള്ളതാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ട് ഇന്ത്യയിലെ പല ജനവിഭാഗങ്ങളെ ഇത് ബോധവൽക്കരിക്കുകയാണ്. പൂർണ്ണ സ്വരാജ് തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യം ഇന്ത്യയിലെമ്പാടും അവർ വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. അങ്ങനെ നമ്മൾ മറ്റൊരു ഫാക്ട് പഠിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള പല വിവരങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ഫാക്ട് ആണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നു. എന്താണ് ഹിന്ദ് സ്വരാജ്? പല മുൻവർഷ ചോദ്യ പേപ്പറുകളിലും നമ്മൾ ഈ ഒരു ഫാക്ട് കണ്ടിട്ടുണ്ട്. എന്താണത്? 1909 കാലഘട്ടത്തിൽ ഗാന്ധി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. നോക്കൂ, ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. എന്താണ് ഈ പുസ്തകത്തിന് ഇന്ത്യ ചരിത്രവുമായുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്? വളരെ ചെറിയ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധി ഈ പുസ്തകത്തിലൂടെ പറയുന്നു, ഇന്ത്യക്കാരുടെ സഹകരണം മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിലനിൽക്കുവാനുള്ള പ്രചോദനം. അങ്ങനെ പറയുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിക്കുകയാണ്. എങ്ങനെ? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. എന്താണ് ഹിന്ദ് സ്വരാജ് എന്ന് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ സ്വയം ഭരണം എന്നാണ്. സ്വരാജ് എന്ന് പറയുന്നത് സ്വന്തം രാജ്യം അല്ലെങ്കിൽ സ്വയം ഭരണം എന്നുള്ള അർത്ഥത്തിലാണ് ഗാന്ധിജി അവിടെ പ്രയോഗിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപം എന്താണെന്ന്? ഇന്ത്യക്കാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുത്തതെന്നും ഇന്ത്യയിൽ ഭരണം നിലനിർത്തുന്നതെന്നും ഗാന്ധിജി വളരെ കൃത്യമായി പറയുന്നു. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, പ്ലാസി യുദ്ധം മുതൽ ഇന്ത്യക്കാരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുത്തതും അവർ അധികാരം നിലനിർത്തിയിരുന്നതും അധികാരമോഹികളായ ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ്. ഈ സഹകരണം അവസാനിപ്പിക്കുകയാണെങ്കിൽ കൃത്യം ഒരു വർഷം കൊണ്ട് ബ്രിട്ടനെ അവരുടെ മാതൃരാജ്യത്തിലേക്ക് തിരിച്ചയക്കാം എന്ന് ഗാന്ധിജി കൃത്യമായി ഒരു പുസ്തകത്തിലൂടെ പറയുന്നു. ആ വർഷം ഓർത്തു വെക്കുക, 1909 ഗാന്ധിജി രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദ് സ്വരാജ് അഥവാ സ്വയംഭരണം. അങ്ങനെ 1925 മാർച്ച് മാസം 12-ാം തീയതി ആയപ്പോൾ രണ്ട് അതികായർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേതാവായ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആ കൂടിക്കാഴ്ച എപ്പോഴാണ് നടന്നത്? ചരിത്രപ്രസിദ്ധമായ ആ കൂടിക്കാഴ്ച 1925 മാർച്ച് മാസം 12-ാം തീയതി
തീയതി വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പൊ അതിനെയാണ് ആ വർഷം നോക്കൂ, 1925 മാർച്ച് 12 ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് ചോദിച്ചാൽ 2ാമത്തെ കേരള സന്ദർശനത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് 2025 മാർച്ച് മാസം 12 തീയതി ആയപ്പോൾ ഒരു 100 വർഷം തികഞ്ഞു, ഒരു നൂറ്റാണ്ട് തികഞ്ഞു എന്ന് പറയുന്നു. നോക്കൂ, അത് വളരെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന, ഞാൻ അതുപോലെ വായിക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് മാസം 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് 2025 മാർച്ച് മാസം 12 ആയപ്പോഴേക്കും 100 വർഷം തികഞ്ഞു. വളരെയധികം കൃത്യമായ പോയിന്റുകളാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഒന്നൊന്ന് കൃത്യമായി നോക്കി വച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മറ്റൊരു പോയിന്റ് പരിചയപ്പെടുകയാണ്. എന്താണത്? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്? നോക്കൂ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മീഷനാണിത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ഇപ്രകാരം സംഭവിച്ചത്? 1927 സംഭവിച്ചതാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. സർ ജോൺ സൈമൺ ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഒന്ന് നോക്കി വെക്കുക. സർ ജോൺ സൈമൺ ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. നോക്കൂ, ഇന്ത്യയുടെ ഭരണഘടനയുടെ പരിഷ്കാരത്തെ കുറിച്ച് ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന ഒരു കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. അതോടുകൂടി ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ സൈമൺ കമ്മീഷനെതിരെ ആഞ്ഞടിക്കുകയും സൈമൺ കമ്മീഷനെതിരായിട്ട് ഒരു ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ ഉയർന്നു വരികയും ചെയ്തു. നോക്കൂ, കമ്മീഷനിൽ ഇന്ത്യക്കാർ ആരും ഇല്ലാത്തതിനാൽ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹിഷ്കരിക്കുവാൻ തീരുമാനിക്കുകയും 1928 ഫെബ്രുവരി 3 കമ്മീഷൻ ഇന്ത്യയിലെത്തി. എപ്പോഴാണ്? 1928 ഫെബ്രുവരി മാസം 3 തീയതി കമ്മീഷൻ ഇന്ത്യയിലെത്തുകയും രാജ്യമൊട്ടാകെ ഹർത്താൽ ആചരിച്ച് ജനങ്ങൾ പ്രതികരിച്ചു. ആ വർഷം ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചിരിക്കുക. 1928 ഫെബ്രുവരി മാസം 3 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യമൊട്ടാകെ ഒരു ഹർത്താൽ ആരംഭിച്ചു. എന്തിനായിരുന്നു? സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഹർത്താൽ ആചരിച്ചത്. നോക്കൂ, ആ മുദ്രാവാക്യത്തിന്റെ ഒരു ശക്തി എന്താണ്? സൈമൺ തിരിച്ചു പോകുക, സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി കേൾക്കുകയും ലാഹോറിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെടുകയും ഉണ്ടായി. വളരെയധികം കൃത്യമായ പോയിന്റ് ആയിരുന്നു. ലാലാ ലജ്പത് റായി മരണപ്പെടുവാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തത് മൂലം അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും അത് ഇന്ത്യ ഒട്ടാകെ നീണ്ടുനിന്ന വലിയ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ഒരു ചിത്രം ഞാൻ അതുപോലെ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? സൈമൺ ഗോ ബാക്ക്, അല്ലെങ്കിൽ സൈമൺ തിരിച്ചു പോവുക. ഈ സൈമൺ എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ഒരാളാണോ? അല്ല. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കരണത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച ബ്രിട്ടീഷുകാരനായിട്ടുള്ള വ്യക്തിയുടെ പേരാണ് സൈമൺ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നതിന് ബ്രിട്ടീഷുകാർ നിയമിക്കുന്നത് ബ്രിട്ടീഷുകാരെ തന്നെയാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു, പക്ഷേ ഇന്ത്യക്കാർ വെവ്വേറെ തന്നെ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് അന്നത്തെ കാലത്തെ സംബന്ധിച്ച് പറയുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നോക്കൂ, അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. എന്താണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മാനസികമായി തളർത്തുന്നതിന് വേണ്ടിയിട്ട് കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനാണ്? നമുക്ക് കഴിവില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ നിങ്ങളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള കാര്യം പറയുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഒരു ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ മാനസികമായിട്ട് തളർത്തുവാനായി പല കാര്യങ്ങളും പറയുമ്പോൾ അതേ ഭാഷയിൽ ഇന്ത്യക്കാർ മറുപടി കൊടുക്കുന്നു. ആ മറുപടിയുടെ പേരാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേര് കാണുമ്പോൾ ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് കുത്തിവെക്കരുത്. ഇത് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആരാണ്? മോത്തിലാൽ നെഹ്റു. വളരെ പ്രധാനപ്പെട്ടതാണ്, ആ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഒരു കാരണവശാൽ ജവഹർലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ടാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കരുത്. മോത്തിലാൽ നെഹ്റുവിന്റെ
നേതൃത്വത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ ഒരു റിപ്പോർട്ട് വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിലാണ് ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകണം അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. എന്താണ് ഡൊമീനിയൻ പദവി എന്ന് പറയുന്നത്? ഡൊമീനിയൻ പദവി അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോമൺവെൽത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം. അതായത് ബ്രിട്ടന്റെ ഒരു സാമന്ത രാജ്യമായി തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നത് ഈ ഒരു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലാണ്. അപ്പൊ നമുക്കറിയാം, വളരെയധികം ആശയങ്ങൾ സമ്മേളിക്കുന്ന വലിയൊരു ആശയ സമരം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. അതിൽ ഉയർന്നു വന്ന വലിയൊരു ആശയം തന്നെയാണ് എന്ത്? ഡൊമീനിയൻ പദവി അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി നൽകണം എന്നുള്ളത്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് ബർദോളിയിലെ കർഷക സമരം എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നികുതി വർധനവിനെതിരെ നടന്ന ഒരു സമരത്തിന്റെ പേരാണ് എന്താണ്? ബർദോളിയിലെ കർഷക സമരം എന്ന് പറയുന്നത്. ഓർത്തു വച്ചിരിക്കുക. 1928 ഏത് വർഷമാണ്? 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നികുതി വർധനവിനെതിരെ നടന്ന സമരത്തിന്റെ പേരാണ് ബർദോളിയിലെ കർഷക സമരം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സമരത്തിന് നേതൃത്വം നൽകുകയും അബ്ബാസ് തയാബ്ജി, വിത്തൽ ഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വളരെയധികം വലിയ പങ്ക് വഹിക്കുകയും നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ബ്രിട്ടീഷുകാർ ചുമത്തിയ ഈ അമിത നികുതിക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ആ നികുതി അടയ്ക്കുവാനായിട്ട് അവർ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര്? കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളും വണ്ടികളും കാർഷിക ഉപകരണങ്ങളും എല്ലാം തന്നെ അവരുടേതായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജനങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ അവരുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വല്ലഭായ് പട്ടേൽ ഇങ്ങനെ അവിടുത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ്? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. പിന്നീട് അത് ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അവർ ഒരുമിച്ചിരിക്കുന്ന നിങ്ങളുടെ വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട. അതിന് പകരം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. അങ്ങനെ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു തന്ത്രത്തെ നേരിടാമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് മഹാത്മാഗാന്ധി ബർദോളി സന്ദർശിക്കുകയും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് കർഷകർക്ക് ഉറച്ച പിന്തുണയായി പരിണമിക്കുകയും പിന്നീട് എന്തായി? ആ സമരം വിജയം കൈവരിക്കുകയും നികുതി വർധനവ് പിൻവലിക്കുകയും ഒടുവിൽ സമരം വിജയം നേടുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലൊരു കാര്യം ഓർത്തു വെക്കുക. ബർദോളിയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. അങ്ങനെ 1929 വർഷത്തിൽ നടന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു ഭാഗം അറിഞ്ഞുകൂടാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എത്ര പരീക്ഷകളിൽ വളരെയധികം കൃത്യമായി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഭാഗമാണിത്. വളരെ കൃത്യമായി തന്നെ ഈ ഒരു ഭാഗം മനസ്സിലാക്കി പോവേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഏത് വർഷം? 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന് ഇന്ത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്? നമുക്കത് വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യം നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഈ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമുക്കത് കൃത്യമായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന സമ്മേളനമായിരുന്നു 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഗ്രസിന്റെ മറ്റു കോൺഗ്രസ് സെഷനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിന് വളരെയധികം പ്രാധാന്യം കൈവന്നതെന്ന് ചോദിച്ചാൽ, പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പേരാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1929. എന്താണത്? ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എന്താണ് പൂർണ്ണ സ്വരാജ്? നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരുപാട് ആശയധാരകളുടെ ഒരു കൂട്ടിമുട്ടലാണെന്ന് പറഞ്ഞു. ഒരുപാട് ആശയധാരങ്ങൾ പലയിടങ്ങളിൽ നിന്നും വരികയും
അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാകാതെ ഇന്ത്യക്കാർ കുഴങ്ങുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യക്കാർ പറയുന്നത്, നമുക്ക് മറ്റൊന്നും വേണ്ട, ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെ ഭരിച്ചുകൊള്ളാം, ബ്രിട്ടീഷുകാരുടെ പുത്രികാ രാജ്യവും വേണ്ട, മറ്റു യാതൊരുവിധ ആനുകൂല്യവും വേണ്ട, പകരം ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെ ഭരിച്ചുകൊള്ളുക. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്. പൂർണ്ണ സ്വരാജിന്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യക്കാരെ ഭരിക്കുന്നത്. അപ്പോ 1929 ഡിസംബർ മാസം 31 ആയപ്പോഴേക്കും ലാഹോറിലെ രവി നദിക്കരയിൽ, നോക്കൂ, ഓർത്തു വെക്കുക, എവിടെയാണ്? ലാഹോറിലെ രവി നദിക്കരയിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തി. ഏത് വർഷം? 1929 ഡിസംബർ മാസം 31 ആയപ്പോഴേക്കും ലാഹോറിലെ രവി നദിക്കരയിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തുകയും നമ്മുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് മാത്രമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പേര് ലാഹോർ സമ്മേളനം എന്നുള്ളതാണ്. 1929 നടന്നിരിക്കുന്നത്. ആരാണ് അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെ 1930 ജാനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു. ആ വർഷം ഒന്ന് കൃത്യമായി ഓർത്തു വെക്കുക. 1930 ജനുവരി 26 1930 ജനുവരി മാസം 26 നമ്മളിപ്പോൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ജനുവരി 26 തന്നെയാണ് അവരെന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചത്. ആ വർഷം ഒന്ന് കൃത്യമായി ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1930 ജനുവരി മാസം 26 പിന്നീട് പൂർണ്ണ സ്വരാജ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണ സ്വരാജ് നേടിയെടുക്കുന്നതിനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു. ഒരു നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ലാഹോർ സമ്മേളനം തീരുമാനമെടുക്കുകയാണ്. അന്ന് വരെ ഡൊമീനിയൻ പദവി ആവശ്യപ്പെട്ടിരുന്ന കോൺഗ്രസ് ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ പേരാണ്, ഓർത്തു വച്ചിരിക്കുക, ലാഹോർ സമ്മേളനം 1929 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ഓക്കെ. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. ഞാനത് നിങ്ങൾക്ക് വായിച്ചു തരാം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ ഒരു വാക്കുകൾ എടുത്തിരിക്കുന്നത്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാഹോർ സമ്മേളനത്തിന്റെ ഒരു തീരുമാനം എന്തായിരുന്നു? 1930 ജാനുവരി 26 ഇന്ത്യയൊട്ടാകെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം എന്നുള്ള ഒരു തീരുമാനം വരികയാണ്. അപ്പൊ അതിനുശേഷം നടക്കുന്ന എന്തൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ബോക്സ് ഞാൻ അതേപടി നിങ്ങൾക്ക് വായിച്ചു തരാം. സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നുള്ളതായിരുന്നു അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ലാഹോർ സമ്മേളന തീരുമാന പ്രകാരം 1930 ജനുവരി മാസം 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുകയും തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ ഒരു പശ്ചാത്തലത്തിനാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ചെറിയ ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ ക്ലിയർ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ ഇത്തരം ഫാക്റ്റുകൾ മനസ്സിലാക്കി പോവുക. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.